ഹലോ അങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാനും എൻ്റെ കസിൻസും കൂടെ പുറത്ത് വന്നേക്കാം കേട്ടോ. അതും യാതൊരുവിധ പ്ലാനിങ്സും ഒന്നുമില്ലാതെ. ഇതിന് മുന്നേ ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എങ്ങും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ അടുത്തുപോലെ എങ്ങും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചേച്ചിയുടെ കല്യാണം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാനായിട്ട്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ബീച്ചിലാണ് വന്നേക്കുന്നതെന്ന്. ബീച്ചിൽ വന്ന സകലമായ ആൾക്കാരുടെ കയ്യിൽ ഈ പട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വർണ്ണപ്പട്ടമാണെന്ന് തോന്നിയിട്ട് ഞങ്ങളും പട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ പട്ടമാണെങ്കിൽ ഒരു അനുസരണമില്ലാത്ത പട്ടമായിരുന്നു. നമ്മൾ പറഞ്ഞിടത്തൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മളത് എബീനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് നമ്മൾ ഫോട്ടോ സെക്ഷനിലേക്ക് അങ്ങോട്ട് കടന്നു. എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഫോട്ടോ എടുത്ത് മനുഷ്യന്മാരെ കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. ബീച്ച് സൈഡിൽ കുറച്ച് ക്രൗഡ് കൂടുതലായിരുന്നുകൊണ്ട് വേണ്ടത്ര ഫോട്ടോസൊന്നും അവിടെ എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് സ്വപ്നക്കൂട് സിനിമയിൽ ലാസ്റ്റ് ഭാവന ഡാൻസ് കളിച്ച് തലകുത്തി വീഴുന്ന സ്ഥലമില്ലേ, അത് ഇവിടെയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഞണ്ട് മീറ്റിംഗ് കൂടുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഞണ്ട് മീറ്റിംഗ് കൂടുന്നത്. മീറ്റിംഗ് കഴിഞ്ഞാൽ ചുമ്മാ പോലെ മാത്രമല്ല കേട്ടോ. അതാ ഇവിടെ കലാപരിപാടികളുണ്ട്. ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ ഞണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണിൽ വേറെ ആളോടൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ M4 കണ്ടോ നിൽക്കുന്നത്. പോയി സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇൻവെർട്ടർ അതിന് സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തിരക്കൊക്കെ ഓൾമോസ്റ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് ആർമാദിക്കുകയായിരുന്നു. ഞങ്ങൾ 4 പേര് മാത്രമേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി 2 പേരും അവിടെ നോക്കി നിന്നവർക്ക് അവർക്ക് നനഞ്ഞുകൊണ്ട് മണ്ണിൽ നടക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഇറങ്ങാതിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മാക്സിമം ആർമാദനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഉണങ്ങാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അങ്ങനെ ഉണങ്ങി കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിച്ചത് വീട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവൻ്റെ ഒരു നന്ദി പ്രകടനം ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.